യുക്രൈനുമായുള്ള യുദ്ധത്തിന്റെ പേരിൽ റഷ്യയുമായി ഇടിഞ്ഞു നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ചെയർമാനും മുൻ പ്രസിഡന്റുമായ ദിമിത്രി മെദ്വദേവിന്റെ ആണവ ഭീഷണിക്ക് പിന്നാലെ 2 ആണവ മുങ്ങിക്കപ്പലുകൾ റഷ്യക്ക് സമീപത്തേക്ക് അയക്കാൻ താൻ ഉത്തരവിട്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഈ പ്രസ്താവന പെന്റഗൺ സാധാരണയായി പിന്തുടരുന്ന സൈനിക രഹസ്യാത്മകതയ്ക്ക് വിരുദ്ധമാണ്. ട്രംപിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. യുക്രൈൻ യുദ്ധത്തിൽ ട്രംപിന്റെ നിലപാടുകൾ മയപ്പെടുത്തണമെന്നും റഷ്യയ്ക്ക് ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെന്ന് മറക്കരുതെന്നുമുള്ള മെദ്വദേവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിരുന്നു ഇത്. ഈ വെളിപ്പെടുത്തലുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തി. ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം ഒരു പരസ്യമായ ആണവ ഭീഷണി മുഴക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അപ്രതീക്ഷിത പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് കുറച്ചുകാലമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. വെടിനിർത്തൽ കരാറിനായി 10 ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയത്. ഇത് പാലിച്ചില്ലെങ്കിൽ ഇന്ത്യയും ചൈനയും അടക്കമുള്ള റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളികൾക്ക് കനത്ത നികുതി ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തണമെന്ന് ഇന്ത്യയോട് ട്രംപ് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ നീക്കങ്ങൾ പരിഗണിക്കാതെ റഷ്യ യുക്രൈനിലെ ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം വർദ്ധിക്കുകയും ട്രംപ് ആണവ ഭീഷണി മുഴക്കുകയും ചെയ്തത്. ട്രംപിന്റെ പ്രസ്താവനയെക്കുറിച്ച് പെന്റഗൺ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഏത് അന്തർവാഹിനിയാണ് റഷ്യക്ക് സമീപത്തേക്ക് അയച്ചതെന്നും അത് ആണവവാഹിനിയാണോ എന്നതിലും പെന്റഗൺ ഒരു നിലപാടും വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കൻ സൈന്യം ഇത്തരം നീക്കങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് പതിവ്. അതിനാൽ ട്രംപിന്റെ ഈ പരസ്യ പ്രസ്താവന പെന്റഗണിലെ സൈനിക നേതൃത്വത്തെയും അമ്പരിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചരിത്രപരമായി അമേരിക്കൻ പ്രസിഡന്റുമാർ പരസ്യമായ ആണവ ഭീഷണി മുഴക്കുന്നത് അപൂർവമാണ്. ഇതിനു മുൻപ് 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഘട്ടത്തിലും 1972 യോം കിപ്പൂർ യുദ്ധ സമയത്ത് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ ഇത്തരത്തിൽ പരസ്യമായ ആണവ ഭീഷണി മുഴക്കിയിട്ടുള്ളത്. ട്രംപിന്റെ ഈ നീക്കം യുക്രൈൻ യുദ്ധം കൂടുതൽ അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യം ഉയർത്തുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യയോട് നേരിട്ട് ആവശ്യപ്പെട്ട ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയുടെ വിദേശ നയത്തെയും സാമ്പത്തിക നിലപാടിനെയും സ്വാധീനിക്കുമോ എന്നത് പ്രധാനമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും പലതവണ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തന്നെ രാജ്യത്തിന്റെ ഊർജ്ജാവശ്യങ്ങൾ മുൻനിർത്തി ഇന്ത്യ ഈ ആവശ്യത്തോട് സഹകരിച്ചിരുന്നില്ല. ട്രംപിന്റെ പുതിയ ഭീഷണി ഇന്ത്യയെയും ചൈനയെയും പോലുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ നീക്കത്തിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി ദുർബലമാക്കാനുമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഊർജ്ജ വിപണിയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ US റഷ്യ ബന്ധത്തിലും യുക്രൈൻ യുദ്ധത്തിലും ഒരു നിർണായക സ്വാധീനം ചെലുത്തുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ വാക്കുകൾക്ക് നയതന്ത്രതലത്തിൽ വലിയ പ്രാധാന്യമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആഗോള സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ ഈ പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ പ്രസ്താവനകൾ റഷ്യൻ സൈനിക നീക്കങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് വ്യക്തമല്ല. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ആക്രമണം കടുപ്പിക്കാനുള്ള കാരണം ട്രംപിന്റെ വെടിനിർത്തൽ ഭീഷണിക്ക് മറുപടി നൽകാനായിരിക്കാം. മെദ്വദേവിന്റെ ഭീഷണിക്ക് ശേഷം ട്രംപ് ആണവ മുങ്ങിക്കപ്പലുകൾ അയച്ചുവെന്ന വെളിപ്പെടുത്തൽ റഷ്യയുമായുള്ള വാക്പോര് ഒരു സൈനിക ഭീഷണിയിലേക്ക് വഴിമാറുകയാണോ എന്ന സംശയം ഉണ്ടാക്കുന്നുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ ശ്രമം വളരെ അപകടകരമാണ്. ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേക്കാവുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. റഷ്യയുടെ മുൻ പ്രസിഡന്റായ മെദ്വദേവിന്റെ പ്രസ്താവനയും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ നയങ്ങൾ മയപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഭീഷണി റഷ്യയുടെ നിലപാട് കൂടുതൽ കടുപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു. റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ തലവൻ എന്ന നിലയിൽ മെദ്വദേവിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പുടിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാവാം അദ്ദേഹം ഇത്തരം ഒരു ഭീഷണി മുഴക്കിയതെന്നും അനുമാനിക്കാം. ഇന്ത്യയെയും ചൈനയെയും റഷ്യയിൽ നിന്ന് അകറ്റാൻ ട്രംപ് ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ റഷ്യയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. റഷ്യയുടെ എണ്ണ ഇറക്കുമതി നിർത്തിക്കൊണ്ട് ഇന്ത്യയും ചൈനയെയും റഷ്യൻ വിപണിയിൽ നിന്ന് അകറ്റിയാൽ റഷ്യയുടെ വരുമാനം ഗണ്യമായി കുറയും. ഇത് റഷ്യൻ സൈനിക പ്രവർത്തനങ്ങളെ ബാധിക്കും. എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നതിനുള്ള പ്രധാന ഉറവിടമാണ് റഷ്യ. അതിനാൽ ട്രംപിന്റെ ഈ ആവശ്യം ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണ്. പെന്റഗൺ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സൈനിക രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പെന്റഗൺ പ്രതികരിക്കാത്തതെങ്കിലും ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്തെങ്കിലും സൈനിക നീക്കം നടന്നിട്ടുണ്ടോ എന്ന് ലോകം ഭയപ്പെടുന്നു. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായി ആണവ ഭീഷണി മുഴക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയെയും ആഗോള സമാധാനത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.